ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഉലുവ അച്ചാറാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 100 ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ, അപ്പം നല്ലോണം കുതിർന്ന് കിട്ടും. അപ്പം ഞാൻ ഇത് രാത്രിയിലാണ് ഞാനിത് വെള്ളത്തിലിട്ടത്. ഇനി നമുക്കിത് നാളെ രാവിലെ നോക്കാം. അപ്പം നല്ലോണം ഇത് കുതിർന്ന് കിട്ടും. അപ്പം നോക്കിക്കേ, നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതേപോലെ കുതിരണം. ഇനി നമുക്കിത്, ഞാൻ അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് വിസിലടിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 6-7 വിസിലെങ്കിലും നമ്മൾ അടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാൻ ഒരു അരിപ്പിലേക്ക് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഊറ്റിയെടുത്തു. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത് നമുക്ക് ഊറ്റിയെടുത്ത ഉലുവ നമുക്ക് മിക്സിക്കകത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിച്ചു വെച്ചിരുന്ന ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തണുവാണ് ഉലുവ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും 1 സ്പൂണ് ഉലുവയും അതും കൂടെ നമുക്കൊന്ന് വറുക്കണം. അപ്പം വറുത്തിട്ടുണ്ട്. ഇനി ഇടികളിനകത്ത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉലുവയും ജീരകവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കും മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എള്ളെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പം കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പം കടുക് പൊട്ടിട്ടുണ്ട്. ഞാൻ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഇത്രയും വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കണം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു വലിയ സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പം അതിനകത്തേക്ക് ഒരു നുള്ള് കായം കൂടി ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, കുറച്ച് ഉപ്പ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പം. ഇപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം.
ഉലുവ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല എരിവും പുളിയും മധുരവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇത്രയും കറുകപ്പട്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറവാണ്. കറക്റ്റ് ഉപ്പും പുളിയും മധുരം എല്ലാം ഒരേപോലെ നിൽക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പുളിയും ഉപ്പും ശർക്കരയൊക്കെ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എന്തേ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കടുക് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ഉലുവ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ചോറിനോടൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ ഇനി ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.